ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിലെ സൈഡസ് ക്യാഡില ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കേന്ദ്രത്തിലെ വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. ഇന്ത്യയുടെ ഇടത്തരം സംരംഭ മേഖലയിൽ ജർമ്മനിയുടെ നിക്ഷേപം ക്ഷണിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. മരണനിരക്ക് 1.46%. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത് 63,000-ലേറെ കോവിഡ് രോഗികൾ. ഇന്നലെ രോഗമുക്തരായത് 4,544 പേർ. ISLൽ ഇന്ന് ബംഗളൂരു FCയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്കിൽ പ്രവർത്തിക്കുന്ന സൈഡസ് ക്യാഡില ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സിഡസ് ക്യാഡില ഫാർമസ്യൂട്ടിക്കലിലെ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം വാക്സിൻ വികസന പ്രക്രിയ, പരീക്ഷണങ്ങൾ, അന്തിമഘട്ടം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം എന്നിവ അവലോകനം ചെയ്തു. സിഡസ് ക്യാഡിലയുടെ രണ്ടാംഘട്ട പരീക്ഷണ ഫലങ്ങൾ അടുത്തയാഴ്ച സമർപ്പിക്കാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്ത വർഷം മാർച്ചോടെ വാക്സിൻ പുറത്തിറക്കാനാണ് ശ്രമം. വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും അവലോകനം ചെയ്യുന്നതിനായി അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. കോവിഡ്-19-നെതിരായ പോരാട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വളരെ മികച്ച രീതിയിലാണ് നയിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും അവലോകനം ചെയ്യുന്നതിനായി അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം ഇതിന് തെളിവാണ്. പകർച്ചവ്യാധിയെ അദ്ദേഹം ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. ഇന്നലെ 41,452 പേരാണ് രോഗമുക്തരായത്. 485 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,36,200 ആയി. 1.46% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. ഇന്ത്യയിൽ ദശലക്ഷം ജനസംഖ്യയിലെ കോവിഡ് പരിശോധന 1 ലക്ഷം കടന്നു. ഉന്നത ഗുണനിലവാരമുള്ള പരിശോധനാ രീതി രോഗികളെ നേരത്തെ കണ്ടെത്തുന്നതിനും നിരീക്ഷണത്തിലാക്കുന്നതിനും ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും സഹായിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 63,885 ആയി. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ളത്. അതിനിടെ കേരളത്തിൽ ഇന്നലെ 3,966 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 753 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ തെലങ്കാനയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,68,418 ആയി. ഇന്നലെ 952 പേർ കൂടി രോഗമുക്തരായി. തെലങ്കാനയിൽ ആകെ കോവിഡ് മരണം 1,451 ആയി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6,20,00,000 അടുക്കുന്നു. 14,49,000-ലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 1,77,00,000-ലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. നിവാർ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചുഴലിക്കാറ്റിൽ സംസ്ഥാനത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യം നേരിടുന്ന ഏതു വെല്ലുവിളികളും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കേഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും സൈനിക വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ 164 പേരിൽ 2 പേർ ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ്. മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡുകൾ കരസേനാ മേധാവി സമ്മാനിച്ചു. അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ ഹംപി ഹോലി, ഡെപ്യൂട്ടി കമാൻഡന്റ് റിയർ അഡ്മിറൽ തരുൺ സോപ്തി, അക്കാദമി പ്രിൻസിപ്പൽ റിയർ അഡ്മിറൽ KS നൂർ എന്നിവർ സംബന്ധിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ കേഡറ്റുകളുടെ കുടുംബാംഗങ്ങളുടെ അഭാവത്തിലാണ് പരേഡ് നടന്നത്. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്താൻ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഇന്നലെ സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. വികസന പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിക്കുന്നതിന് 2 മാസത്തിലൊരിക്കൽ MPമാരുമായി യോഗം ചേരുമെന്ന് യെദ്യൂരപ്പ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കോവിഡാനന്തര കാലത്തേക്ക് കൂടുതൽ വിശ്വാസയോഗ്യവും സുരക്ഷിതവുമായ വിതരണ ശൃംഖല രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർന്നതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. ഇന്തോ ജർമ്മൻ 1.5 ട്രാക്ക് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. ആഗോള വിതരണ ശൃംഖലയുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനുള്ള അവസരമാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. സ്വാശ്രയ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഇത് സഹായിക്കും. ആഭ്യന്തര ഉൽപാദനവും ഉപഭോഗവും ആഗോള വിതരണ ശൃംഖലയുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ നിരവധി ഉദാരവൽക്കരണ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇടത്തരം സംരംഭ മേഖലയിൽ ജർമ്മനിയുമായുള്ള പങ്കാളിത്തം ഇന്ത്യ ആഗ്രഹിക്കുന്നു. നൂതനാശയങ്ങൾ, ഡിജിറ്റൈസേഷൻ, സ്റ്റാർട്ടപ്പുകൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി ഉയർന്നുവരുന്ന പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ തെളിവാണ് ജർമ്മനി പുറത്തിറക്കിയ ഇൻഡോ പസഫിക് മാർഗനിർദ്ദേശങ്ങളെന്നും ശ്രീ ഹർഷ് വർദ്ധൻ ശൃംഗ്ല അഭിപ്രായപ്പെട്ടു. ജർമ്മനി അന്താരാഷ്ട്ര സൌരസഖ്യത്തിൽ ചേരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഖാരിഫ് സീസണിൽ രാജ്യത്ത് 310 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷത്തേക്കാൾ 18.78% വർധനവാണ് നെല്ല് സംഭരണത്തിൽ ഉണ്ടായത്. പഞ്ചാബ്, ഹരിയാന, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം സുഗമമായി തുടരുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹാവികാസ് അഘാഡി സഖ്യകക്ഷികൾക്കൊപ്പം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി. നിലവിലെ ശിവസേന കോൺഗ്രസ് എൻസിപി സഖ്യം 2022ലെ ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും സഖ്യമായി മത്സരിക്കും. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ സർക്കാരിന് സ്ഥിരതയുണ്ടെന്നും സഖ്യകക്ഷികളുടെ ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യത്തിനായി എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. എന്നാൽ അന്തിമ തീരുമാനം സർക്കാർ എടുക്കും. ശബരിമലയിൽ ജീവനക്കാരും തീർത്ഥാടകരും ഉൾപ്പെടെ 37 പേർക്ക് കോവിഡ് ബാധിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ഉപരിതല സൂപ്പർസോണിക് മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്കിലൂടെ അറിയിച്ചു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നവംബർ 24-ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച ക്ലാസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ കോളേജുകൾ. ഡിസംബർ 1 മുതലാണ് ക്ലാസുകൾ ആരംഭിക്കുക. ക്ലാസിനെത്തുന്ന വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും രക്ഷിതാക്കളുടെ സമ്മതപത്രവും ഹാജരാക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി അമിതാഭ് അവസ്തി അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 120 കുറഞ്ഞു. രോഗികളിൽ ഭൂരിഭാഗവും ദക്ഷിണ ആൻഡമാൻ ജില്ലയിലാണ്. ഇതുവരെ ആകെ 4689 കേസുകളാണ് ദ്വീപുകളിൽ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കായ 96.1% ഇവിടെ രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71ാം അധ്യായമാണിത്. തുടർന്ന് പരിപാടിയുടെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 36,000 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 4,500 രൂപയുമാണ് ഇന്നത്തെ വില. ISLൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FCയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. വൈകിട്ട് 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദിലെ സൈഡസ് ക്യാഡില ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കേന്ദ്രത്തിലെ വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. ഇന്ത്യയുടെ ഇടത്തരം സംരംഭ മേഖലയിൽ ജർമ്മനിയുടെ നിക്ഷേപം ക്ഷണിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. മരണനിരക്ക് 1.46%. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത് 63,000-ലേറെ കോവിഡ് രോഗികൾ. ഇന്നലെ രോഗമുക്തരായത് 4,544 പേർ. ISLൽ ഇന്ന് ബംഗളൂരു FCയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.